കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് വെയിറ്റ് ലൂസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കപ്പലണ്ടി. അതായത് പ്രോട്ടീൻ ഒക്കെ നന്നായിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെ കഴിക്കാം? നമുക്ക് സാധാരണ നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ നമ്മള് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ധൈര്യം ഉറപ്പിച്ച് കഴിക്കാവുന്ന കുറെ സാധനങ്ങളുണ്ട്. ഒരെണ്ണം മുട്ട പുഴുങ്ങിയതാ, പിന്നെ കാടമുട്ട പുഴുങ്ങിയത്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ വേറൊരെണ്ണം കപ്പലണ്ടി പുഴുങ്ങിയത്. അപ്പൊ കപ്പലണ്ടി പുഴുങ്ങിയത് നമ്മുടെ വീട്ടിൽ വെറുതെ സാധാരണ പുഴുങ്ങുമ്പോ ഉള്ള ടേസ്റ്റ് അല്ല, അവിടുന്ന് കിട്ടുമ്പോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സാധാരണ ഇവിടുത്തെ തട്ടുകടയിൽ നിന്നല്ലാണ്ട് നമ്മുടെ കോഴിക്കോടൊക്കെ ബീച്ചിൽ പോകുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് ആ കപ്പലണ്ടി പുഴുങ്ങിയതിന്. അത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതാണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു സമയം, അതായത് വൈകുന്നേരം നേരമോ ഉച്ചനേരം ഏതെങ്കിലും ഒരു സമയത്ത് അത് കഴിക്കുമ്പോൾ നല്ല പ്രോട്ടീൻ ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് വളരെ നല്ലതാണ് ഹെൽത്തിന്. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ ആണെന്ന് കാണാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറെ ഫുഡിന്റെ റെസിപ്പീസ് ഒക്കെ നമ്മുടെ ഡിഷുകളുടെ റെസിപ്പീസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ട്യൂണ ഫിഷ് വെച്ചിട്ടുള്ള റെസിപ്പി, അതുപോലെ ഇങ്ങനെ ഹെൽത്തി ഡിഷസ് ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ കുറെ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് ഈ അങ്ങനത്തെ ആ രീതിയിലുള്ള ഡിഷുകളും. അപ്പൊ അങ്ങനത്തെ ഡിഷുകൾ നോക്കിയാൽ കാണാം. ഞാൻ കുറെ റെസിപ്പീസ് ഒരുമിച്ച് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ലിങ്കും കൂടി ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ പച്ചക്കപ്പലണ്ടി ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു 250 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഏകദേശം 1 കപ്പിനേറ്റും മേലെ ഉണ്ടാവും കപ്പലണ്ടി. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കണത് സവാള, ഒരു അര സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അര തക്കാളി, ഇപ്പൊ ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾ ഒരു തക്കാളി എടുത്തോ, അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, കുറച്ച് കുക്കുംബർ, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സ്വല്പം മല്ലിയില, കുറച്ച് മാത്രം ചെറുനാരങ്ങ നീര്. അത് ഇഷ്ടമുള്ളവർ മാത്രം, പുളി ഇഷ്ടമുള്ളവര് ആഡ് ചെയ്യാം. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഡ്രൈ മാംഗോ പൗഡർ ഇല്ലേ, അത് ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ അതില്ല, അപ്പൊ ഞാൻ അതുകൊണ്ട് ചെറുനാരങ്ങ നീര് എടുത്ത് വെച്ചിരുന്നത്. പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് സോൾട്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം നമ്മുടെ കപ്പലണ്ടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ആദ്യം ഇത് ഒന്ന് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിൽ കടന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് എന്നിട്ട് വെള്ളം ഊറ്റാനുള്ളതാണ് കേട്ടോ. കുറച്ച് അധികം ഉപ്പിട്ട് കൊടുത്താലാണ് കപ്പലണ്ടിയിലേക്കൊക്കെ ഇത്തിരി ഉപ്പ് പിടിക്കുള്ളൂ. അപ്പൊ നമ്മള് കപ്പലണ്ടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ട് കേട്ടാ. അപ്പൊ കപ്പലണ്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് വീർത്ത് വന്നേണ്ട, അങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ വെന്തിട്ടും ഉണ്ട്. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാല് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാം. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കും കേട്ടോ. വേവിച്ചിട്ട് വെറുതെ ഇങ്ങനെ വേവിച്ചിട്ട് ഉപ്പിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതിനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഇത് ഇങ്ങനത്തെ ഒരു പാത്രമാണെങ്കിൽ അരിപ്പം മതി. അരിപ്പയിലേക്ക് നമ്മള് ഇതൊന്ന് ഊറ്റിയിട്ട് ഞാൻ വെള്ളം കളയാണ്. അപ്പൊ ഞാനിത് ഇവിടെ ഊറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലത്തെ വെള്ളമൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഇനി ചൂട്ടോട് കൂടി തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഇത് ചാട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ കൂടി ആഡ് ചെയ്യാം കേട്ടോ. അത് വിരോധമൊന്നുമില്ല. പക്ഷെ അവിടെ കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാറ്റ് മസാല അര ടീസ്പൂൺ, മുളക് പൊടി,
ചെറുനാരങ്ങ കണ്ട ഞാനൊരു തുണ്ടൊരു എടുത്തേക്കണേ, അതായത് കണ്ട ഒരു 2-3 തുള്ളി ഉണ്ടാവുള്ളൂ, കണ്ട ഇത്ര മതി. ഇതല്ലെങ്കിൽ നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ, ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആണ്, ഇത് മേടിച്ച് വെക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ള ഉപ്പ്, കപ്പലണ്ടിയിൽ നന്നായി ഉപ്പ് പിടിച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോട്ടാ, അപ്പൊ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ചൂട്ടോട് കൂടി തന്നെ നമ്മൾ കപ്പലണ്ടിയിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇടണം, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതായത് ഇതിന് ഒരു ചെറിയൊരു ചൂട് കിട്ടും നമ്മുടെ ഇട്ട വെജിറ്റബിൾസിനൊക്കെ. ഇനി നമ്മളുടെ മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതില് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ട് ഇത് കഴിച്ചപ്പോഴേ പച്ചമുളക് കഴിച്ചിട്ട് ആ എരിവ് ആലോചിക്കാൻ വയ്യ, അപ്പൊ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു, വേണ്ടാന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഇത് എരിവുണ്ട്, ചാറ്റ് മസാലയുടെ ഒരു ചെറിയൊരു ഇതുണ്ട്, പിന്നെ അതുപോലെ നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടില്ലേ അതുകൊണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവര് ഇത്രക്കൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സംഭവം മാത്രമല്ല, ഇതേ രീതിയിൽ തന്നെ നമ്മുടെ കടലില്ലേ, വെള്ളക്കടല, ചനാക്കടല, അതുപോലെ കറുത്ത കടലയും, അതൊക്കെ ഇതേപോലെ പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ചെറുപയർ വേവിച്ചിട്ട് അത് കുക്കറിലടിച്ച് വേവിക്കേണ്ടി വരും, പാലിട്ടിട്ട് സംസാരിക്കുന്ന. അങ്ങനെ വേവിച്ചിട്ട് ഇതേ രീതിയിൽ ചെറുതായി ചാട്ടനായിട്ട് പ്രിപ്പയർ ചെയ്യാം. വേറെ ഒരു ദിവസം നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത്രേ ഉള്ളോ സംഭവം, അപ്പൊ അതാണ് കാണിച്ചത്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. വേറെ ഒന്നുമില്ല. ടാറ്റാ ബൈ. ഇതുപോലത്തെ വേറെ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്.